എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ മീൻ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഞങ്ങളുടെ നാട്ടിലേക്ക് ഇതിന് കോര എന്നാണ് കേട്ടോ പറയുക. നിങ്ങളുടെ നാട്ടിലേക്ക് ഈ മീനിന് എന്താണ് പറയുക എന്നുള്ളത് ഒന്ന് കമൻറ്റിൽ പറയണേ. ഈ ഒരു മീനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, പൊരിച്ചാലും അതുപോലെ കറി വെച്ചാലും. പക്ഷേ ഇതിൻ്റെ ഒരു ചുണങ്ങ് കണ്ടോ? ഈ ഒരു ചുണങ്ങ് പോക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. പെട്ടെന്നൊക്കെ ഈ ഒരു മീൻ കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് കറി വെക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ ഒരു മീൻ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കത്തി ഉപയോഗിക്കാതെ പെട്ടെന്ന് ആ ചുണങ്ങൊക്കെ പോക്കി ക്ലീൻ ചെയ്തെടുക്കാവുന്ന ഒരു ടിപ്പാണ് കേട്ടോ. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സാധാരണ കത്തി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മീനൊക്കെ ക്ലീൻ ചെയ്യാറ്. കത്തി അല്ലെങ്കിൽ കത്രിക കണ്ടില്ലേ, നന്നായിട്ട് ചുണങ്ങുണ്ട്. കത്തി വെച്ച് പോക്കുന്ന സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പണി എളുപ്പമാക്കാൻ ഞാനൊരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് കണ്ടോ, ഇതാണ് പീലർ. ഇന്ന് എല്ലാ വീടുകളിലും ഈ ഒരു സംഭവമുണ്ട്. നമ്മൾ ആപ്പിൾ തോല് കളയാനാണെങ്കിലും അതുപോലെ പച്ചക്കറികൾ തോല് കളയാനാണെങ്കിലും എല്ലാത്തിനും ഈ ഒരു പീലറാണ് ഉപയോഗിക്കുന്നത്. ഇത് ഒരുപാട് ഉപയോഗമാണ് കേട്ടോ. നമുക്കിതിനെക്കൊണ്ട് ഈ ഒരു പീലർ വെച്ചിട്ട് നമുക്ക് ഈ ഒരു മീനിൻ്റെ ചുണങ്ങും നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും. കണ്ടോ, ഇതുപോലെ സിമ്പിളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. പ്രത്യേകിച്ച് പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നന്നായിട്ട് ഇങ്ങനെ നമ്മൾ പച്ചക്കറിയൊക്കെ അതുപോലെ ആപ്പിളൊക്കെ ഇങ്ങനെ ചുരണ്ടി കൊടുക്കല്ലോ, അതിൻ്റെ തോല് അതുപോലെ തന്നെ നന്നായിട്ട് ചുരണ്ടി കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് ശക്തിയിൽ ചെയ്യരുത് കേട്ടോ. നന്നായിട്ട് വെള്ളത്തിൽ മുക്കി മുക്കി ഇങ്ങനെ ചെയ്താൽ നന്നായിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാൻ കഴിയും. നിങ്ങളുടെ വീട്ടിൽ പീലർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് ഈ ഒരു പീലർ വെച്ചിട്ട് ഈ ഒരു കോരമീൻ മാത്രമല്ല മത്തി വരെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും. ഇനി കത്തി വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ചുണങ്ങ് ക്ലീൻ ചെയ്തിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു മീനാണ് ഇട്ടത്. പക്ഷേ ക്ലീൻ ചെയ്യാൻ മടിച്ചിട്ട് ഞാനങ്ങനെ വാങ്ങാറില്ലായിരുന്നു. പിന്നീട് ഈ ഒരു പീലർ വെച്ച് ക്ലീൻ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇതുപോലെ എത്ര മീൻ കിട്ടിയാലും ഞാൻ വാങ്ങാറുണ്ട് കേട്ടോ. ഇതുപോലെയുള്ള വലിയ ചുണങ്ങുകളൊക്കെ ഉള്ള മീൻ നിങ്ങളിതുപോലെ പീലർ വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. നന്നായിട്ട് ക്ലീൻ ആവും. ഈ ഒരു പീലർ വെച്ചിട്ട് മീൻ ക്ലീൻ ചെയ്യുന്നതിൽ എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത്, നമ്മൾ കുട്ടികളെ കൊണ്ട് ചെറിയ ചെറിയ ജോലികളൊക്കെ വീട്ടിൽ ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പം മീൻ നമ്മളങ്ങനെ പൊതുവേ അവരെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കാറില്ല. കാരണം കൈ മുറിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട്. പക്ഷേ ഈ ഒരു പീലറും മീനും അവരുടെ കയ്യിൽ കൊടുത്താൽ മതിട്ടോ. കാരണം കത്തി ഉപയോഗിക്കുമ്പോഴാണല്ലോ കൈ മുറിയുക. ഇങ്ങനെ ആകുമ്പം കൈ മുറിയയില്ല, വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. കണ്ടില്ലേ, നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ ചുണങ്ങ്. അതുപോലെ നന്നായിട്ട് ശ്രദ്ധിക്കുക, സ്കിന്ന് ഒരുപാട് അങ്ങ് അമർത്തി പീലർ കൊണ്ട് ആ ഒരു ചുണങ്ങ് പോക്കരുത്. ഇതിപ്പോൾ നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. അതുമാത്രമല്ല, നിങ്ങളുടെ നാട്ടിൽ ഈ മീനിന് എന്താണ് പേരെന്നും കൂടി നിങ്ങളൊന്ന് പറയുക. എൻ്റെ നാട് കോഴിക്കോടാണ്. ഞങ്ങളിവിടെ ഇതിന് കോര അല്ലെങ്കിൽ പിയാപ്പിളക്കോര എന്നൊക്കെയാണ് കേട്ടോ പറയുക. ഇതിപ്പോൾ കുറച്ചൊരു വെള്ള കളറാണ് ഈ കോരയ്ക്ക്. ഇതിലും കുറച്ചും കൂടി ഒരു ചുവപ്പ് കളറുള്ള കോരയുണ്ട്. എനിക്കതാണ് ഇഷ്ടം. ഇത് പൊരിച്ചാലും അതുപോലെ കറി വെച്ചാലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി ഇതുപോലെ മീൻ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒരു പീലർ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക കേട്ടോ. പീലർ വെച്ചിട്ട് ആദ്യം നമുക്ക് ചുണങ്ങൊക്കെ പോക്കിയെടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ പിന്നെ കത്രിക വെച്ചിട്ട് ഇതുപോലെ വാലും ചിറകുകളൊക്കെ വെട്ടിയെടുക്കാം. അല്ലെങ്കിൽ ഓരോന്ന് ഇതുപോലെ പീലർ കൊണ്ട് ക്ലീൻ ചെയ്തിട്ട് ആ ഒരു സമയത്ത് തന്നെ കത്രിക വെച്ചിട്ട് അങ്ങനെയും ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ വീഡിയോയിൽ ഓരോന്ന് ക്ലീൻ ചെയ്തെന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഞാൻ സാധാരണ ചെയ്യാറ് ആദ്യം എല്ലാ കോരയുടെ ചുണങ്ങും ഇങ്ങനെ പീലർ വെച്ചിട്ട് ക്ലീൻ ചെയ്യും. എന്നിട്ട് ഒരുമിച്ച് ഒന്നായിട്ട് പിന്നെ കത്രികേനെ കൊണ്ട് ഇതുപോലെ വാലും ചിറകൊക്കെ വെട്ടാറാണ്. കത്തിയോണ്ട് ഈ ഒരു മീൻ ക്ലീൻ ചെയ്യുമ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇതിൻ്റെ മുള്ളൊക്കെ എൻ്റെ കയ്യിൽ തറയ്ക്കാറുണ്ട്. പക്ഷേ ഈ ഒരു പീലർ വെച്ച് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ കത്രിക വെച്ചിട്ട് അതിൻ്റെ ആ ഒരു വാലും ചിറകൊക്കെ അങ്ങ് വെട്ടി കൊടുത്താൽ മതി. നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. കോരയല്ലാതെ നന്നായിട്ട് ചുണങ്ങുള്ള വേറൊരു മീനും കൂടി ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് അതും കൂടി ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. പീലർ ഉപയോഗിച്ചിട്ട് മീൻ ക്ലീൻ ചെയ്യുന്ന ഒരുപാട് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, നമ്മൾ കത്തി കൊണ്ട് ക്ലീൻ ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെ പീലർ കൊണ്ട് ക്ലീൻ ചെയ്താൽ കിട്ടുമോ എന്നുള്ളത്. അത് ശരിയാണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ പീലർ വാങ്ങിയിട്ട് ഇതുപോലെ മീനൊന്ന് ക്ലീൻ ചെയ്ത് നോക്കണമല്ലോ. അങ്ങനെ 2 പ്രാവശ്യം ഞാൻ ക്ലീൻ ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് മീൻ നല്ല വൃത്തിക്ക് തന്നെ കിട്ടി. അതിനുശേഷം ഈ ഒരു പീലർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എപ്പോഴും മീൻ ക്ലീൻ ചെയ്യാറ്. ഇതുപോലെ കോര അതുപോലെ വലിയ മീനുകളൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ ഒരു പീലർ വെച്ചിട്ട്, വലിയ മത്തിയൊക്കെ കിട്ടുകയാണെങ്കിലും ഈ ഒരു പീലർ വെച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്യാറ്. കുഞ്ഞൻ മത്തി പീലർ കൊണ്ട് ക്ലീൻ ചെയ്യാൻ മാത്രം ഉണ്ടാവില്ലല്ലോ.
അതുകൊണ്ട് അത് ഞാനങ്ങനെ കത്തി വെച്ച് ക്ലീൻ ചെയ്യും. പിന്നെ കത്രിക, അതും അടിപൊളിയാണ് കേട്ടോ. കത്രിക ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു വാലും ചിറകൊക്കെ വെട്ടിക്കളയാം. കത്തി വെച്ചാവുമ്പം കൈവിരലൊക്കെ മുറിയാനുള്ളൊരു സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഇനി കുട്ടികളെ കൊണ്ട് മീൻ മുറിപ്പിക്കാറില്ല. അവരുടെ കൈ കത്തി വെച്ച് മുറിയൊന്നും പേടിച്ചിട്ട് അവരെ കൊണ്ട് ഇനി മീൻ മുറിക്കാതിരിപ്പിക്കേണ്ട. അതായത് വലിയ കുട്ടികൾ കേട്ടോ, ചെറിയ കുട്ടികളല്ല, വലിയ മക്കളെ കൊണ്ടൊക്കെ നമ്മളിങ്ങനെ പഠിപ്പിക്കല്ലോ മീനൊക്കെ മുറിപ്പിച്ചിട്ട്. ആ ഒരു സമയത്ത് അവർക്ക് പീലർ കൊടുക്കുക. അപ്പം അവർ കൈ മുറിയാതെ മീൻ മുറിച്ചെടുക്കും. പിന്നെ കുറച്ചും കൂടിയൊക്കെ വലുതായി കഴിഞ്ഞാൽ മെല്ലെ കത്തിയൊക്കെ കൊടുത്ത് നമുക്ക് മുറിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇത് ഞാനിപ്പം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മീൻ അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അതുപോലെ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റ് അത് എന്ത് തന്നെയായാലും, നെഗറ്റീവായാലും പോസിറ്റീവായാലും ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. ഇനി ഈ പീലർ വെച്ചല്ല മറ്റെന്തെങ്കിലും രീതിയിൽ ഇതുപോലെ ചുണങ്ങളുള്ള മീനുകൾ ക്ലീൻ ചെയ്യാൻ നിങ്ങളെടുത്ത് എന്തെങ്കിലും ഐഡിയകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കമൻറ്റിൽ പറയുക. മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഉപകാരമായിക്കോട്ടെ. ഓക്കെ.